ഇതൊന്ന് മൈക്കൊന്ന് പിടിച്ചേക്കാവോ സിനോജെ? ഇന്നിപ്പോൾ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇന്ന് നമ്മൾ വടക്ക് നിന്ന് കടലുണ്ടിയെ സമ്പൂർണ്ണ ചെസ് ഗ്രാമമാക്കിക്കൊണ്ടൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അങ്ങ് തെക്ക് നിന്ന് ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർത്ത് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് സമൂഹ നടത്തം ആലപ്പുഴ ബീച്ചിൽ നടക്കും. KC വേണുഗോപാൽ MP ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന് ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. അങ്ങ് തെക്ക് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ, ഇങ്ങ് വടക്ക് മുഹമ്മദ് റിയാസും ചാലിയത്തെ മനുഷ്യരും നടത്തുന്ന കടലുണ്ടി സമ്പൂർണ്ണ ചെസ് ഗ്രാമമാക്കുന്ന റിപ്പോർട്ടർ TVയുടെ ലഹരിയും വേണ്ട ലഹളയും വേണ്ട. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ശരത് SS നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശരത്ത്, വെരി ഗുഡ് മോർണിംഗ് ശരത്ത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ചാലിയത്താണ്. ശരത്ത് നിൽക്കുന്നത് ആലപ്പുഴയാണ്. രണ്ടും ബീച്ചാണ്. പക്ഷേ നമ്മൾ നേരിടുന്നത് നടത്തുന്നത് 2 പാർട്ടിക്കാരും 2 സംഘാടകരും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളാവുകയാണ്. എങ്ങനെയാണ് നടത്തത്തിൽ? ഒരുപാട് പേരൊക്കെ എത്തിയിട്ടുണ്ടോ ആലപ്പുഴയിൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അൽകുമാർ. ലഹരിക്കെതിരായ വലിയൊരു ക്യാമ്പയിൻ തന്നെയാണ് നേതൃത്വത്തിൽ ആലപ്പുഴയിലും ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. രമേശ് ചെന്നിത്തല അടക്കം വലിയൊരു നേതൃപട തന്നെ ഈ പരിപാടിയിലുണ്ട്. എന്തായാലും ലഹരിക്കെതിരായ ഒരു വലിയ സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. ആറാമത്തെ വാക്കത്തോണാണ്. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് അണിനിരത്തുന്ന ഒരു ബഹുജന മുന്നേറ്റമായി ഈ വാക്കത്തോൺ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട്. ഈ സാമൂഹ്യ വിപത്തിനെതിരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണം. കേരളത്തിലെ യുവതലമുറയെ ഇതിൽ നിന്ന് രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. മറ്റ് ജില്ലകളിലേക്ക് വൈകാതെ ഉണ്ടാകും. മറ്റ് ജില്ലകളുണ്ടാവും. 2 അവസാനിക്കും എറണാകുളത്ത്. എന്തായാലും വരും ദിവസങ്ങളിലും ലഹരിക്കെതിരായ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഒപ്പം KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അദ്ദേഹം പറഞ്ഞു രമേശ് ചെന്നിത്തല അടക്കം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അണിനിരക്കുന്ന അതായത് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, അങ്ങനെ കോൺഗ്രസിന്റെ ഒരു വലിയ നേതൃപട തന്നെയാണ് ആലപ്പുഴ ബീച്ചിലൂടെ ലഹരിക്കെതിരായി ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ട് ഈ ഒരു സമൂഹ നടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം PP ചിത്രത്തിലടക്കമുള്ള മറ്റ് MLA അടക്കമുള്ള നേതാക്കളും ഈ പരിപാടിയുണ്ട്. അങ്ങനെ ഒരു വലിയ ജനപിന്തുണ ആർജിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ആലപ്പുഴ ബീച്ചിലൂടെ കടന്നു പോകുന്നത്. ആലപ്പുഴ ബീച്ചിന് സമീപത്തുള്ള ആശുപത്രിയിൽ വെച്ചാണ് ഇത് ആരംഭിച്ചത്. ഒരു 2 കിലോമീറ്ററിലധികം നടന്ന ശേഷമായിരിക്കും എന്തായാലും ഇത് സമാപിക്കുക. ഒപ്പം നിരവധി നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. വലിയൊരു ജനസമൂഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലഹരിക്കെതിരായ ക്യാമ്പയിന് പുറകിൽ അണിനിരക്കുന്നതും നമുക്ക് വ്യക്തമാണ്. എന്തായാലും ആലപ്പുഴയെ ഇളക്കി മറിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ ഈ സന്ദേശയാത്ര അത് മുന്നോട്ട് പോവുകയാണ്. രാവിലെ 6 മണിയോടുകൂടിയാണ് ഇത് ആരംഭിച്ചത്. ലഹരി മരുന്നിന്റെ വ്യാപനം തടയുന്നതിനും അതിന്റെ വേരുകൾ അറുത്തുമാറ്റുന്നതിനും ജനങ്ങളുടെ പ്രതിരോധം അനിവാര്യമാണ് എന്നടക്കമുള്ളതാണ് രമേശ് ചെന്നിത്തലയും പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത് പുരോഗമിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ദീപാദാസ് മുൻഷി, KC വേണു, PP ചിത്രരഞ്ജൻ, ഷാനിമോൾ ഉസ്മാൻ, അതേപോലെ തന്നെ ലിജു, ഷുക്കൂർ അടക്കം കോൺഗ്രസിന്റെ വലിയൊരു നേതൃനിരയുണ്ട്. അതിനു പുറമെ PP ചിത്രരഞ്ജൻ അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികളും ഇതിൽ പങ്കാളികളാണ്. ഓക്കെ, സുന്ദരമായൊരു കാഴ്ചയാണ്. എന്തായാലും അത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന ക്യാമ്പയിനാണ്. അവിടെ KC വേണുഗോപാലുണ്ട്, PP ചിത്രരഞ്ജൻ MLA ഉണ്ട്, ദീപാദാസ് മുൻഷിയുണ്ട്, ഷാനിമോൾ ഉസ്മാനുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ നേതാക്കളും രമേശ് ചെന്നിത്തലയുടെ പരിപാടിക്കൊപ്പം MLA PP ചിത്രരഞ്ജനും അടക്കം ആലപ്പുഴയിലെ ഒരു പൗരാവലി, ഒരു രാഷ്ട്രീയ സമൂഹം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി നടക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്നത് ചാലിയത്താണ്. ഇവിടെ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ TVയും ചേർത്ത് സംഘടിപ്പിക്കുന്ന കടലുണ്ടി സമ്പൂർണ്ണ ചെസ് ഗ്രാമമാകുന്ന ആ പരിപാടിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ചാലിയത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്.